ഭരണമുന്നണിയിലെ ആളുകൾ ഈ ബജറ്റ് വിസ്മയം തീർക്കും എന്നാണ് പറഞ്ഞു നടന്നിരുന്നത്. ബജറ്റ് വന്നപ്പോൾ വിസ്മയമല്ല, വലിയ വൻ വിസ്മയമാണ് നമ്മളെല്ലാവരും കണ്ടത്. കാരണം മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം എന്നുള്ളത് കാറ്റിൽ പറത്തുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ബജറ്റിലൂടെ പുറത്തു വന്നത്. മാഡം, ഇതാണോ പുതുയുഗ കേരളം എന്ന് പറയുന്നത്? എക്സൈസ് മന്ത്രി അറിയാതെ ബജറ്റിൽ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നു. വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള പുതിയ കാറ്റഗറി ഇപ്പുറത്തിപ്പോ ഇരിക്കുന്ന ആളുകൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവർ എടുത്ത തീരുമാനമാണ്. ആ നയം തിരുത്താനല്ലേ നേരത്തെ ഇപ്പുറത്തിരുന്ന ആൾക്കാരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെടുത്ത തീരുമാനം, അതേ നയം തുടരുകയാണ്. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള, യുവതലമുറയെ ലഹരിയിലേക്ക് നയിക്കാനുള്ള തീരുമാനം, ഈ തീരുമാനമെടുക്കാൻ ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഇവിടെ പല ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം, മുൻകാലങ്ങളിൽ ഒരു ധനകാര്യമന്ത്രി, അദ്ദേഹത്തിന്റെ കാലത്താണ് ബാർക്കോഴ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം നടന്നത്. വലിയ ആരോപണങ്ങൾ ഉണ്ടായി, വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. ഇതൊരു രണ്ടാം ബാർക്കോഴയാണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ സംശയിക്കുകയാണ്. ഈ ബജറ്റിൽ നിരവധി പ്രഖ്യാപനങ്ങളുടെ പെരുമഴ. മിഷൻ സമുദ്ര, പല വാലികൾ പ്രഖ്യാപിക്കുന്നു, പല സോണുകൾ പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപനങ്ങള് ഇതൊക്കെ പ്രാവർത്തികമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണോ? മിഷൻ സമുദ്ര പ്രഖ്യാപിച്ചു, തീരമേഖലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ള നിലപാട്, ആ നിലപാടാണ് ഇതിന്റെ പിന്നിലെങ്കിൽ അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള തീരദേശ ജനതയോട് സംസാരിച്ചിട്ടുണ്ടോ? അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടായിട്ടുണ്ടോ? ഇന്നലെ തന്നെ ഈ സഭയിൽ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം തീരമേഖല നേരിടുന്ന കടലാക്രമണ ഭീഷണിയാണ്. നമ്മുടെ മുതലപ്പൊഴി നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമാണ്. ആ മുതലപ്പൊഴി എത്രയോ കാലമായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കാതെ നടക്കുന്ന ഒരു വികസന പ്രഖ്യാപനവും ആ പ്രഖ്യാപനം പ്രാവർത്തികമാകില്ല എന്നുള്ളതിന് നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട് മാഡം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതിവേഗ റെയിൽ എന്നുള്ള പേരിൽ കേരളത്തിലെ സാധാരണക്കാരുടെ അടുക്കളയിൽ കയറി കല്ലിട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അവസാനം എന്തായി? അതൊക്കെ പിൻവലിച്ചു പോകേണ്ടി വന്നു. ഈ സാഹചര്യം ആണ് ഇന്ന് നിലവിലുള്ളത്. ഇപ്പൊ ഈ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാകണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണം, വികസനം ഉണ്ടാകണം. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് ഞാൻ. 85,000 പേരാണ് ജോലി ചെയ്യുന്നത് ടെക്നോ പാർക്കിൽ. ടെക്നോ പാർക്കിന് വേണ്ടി വികസനത്തിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചതുകൊണ്ട് കാര്യമില്ല. അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മുള്ളുവിള എന്ന് പറയുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അധിവസിക്കുന്ന പ്രദേശം, അവിടെ വെള്ളക്കെട്ട് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മാത്രമല്ല, ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ പുറത്തിറങ്ങിയാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങൾ മുഴുവൻ തന്നെ കുടിവെള്ളക്ഷാമമാണ്. ആ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന വലിയൊരു കമ്പനിയുടെ ചുമതലക്കാരൻ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടു. ആ കമ്പനിയിൽ മാത്രം കുടിവെള്ളത്തിന് വേണ്ടി വർഷത്തിൽ 1 കോടി രൂപയാണ് അവർ ചെലവിടുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടി വരും. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാകുന്ന ഒരു സ്ഥിതി വരികയാണ്. ഈ സാഹചര്യത്തിൽ മാറ്റം വരുത്താതെ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തിയോണ്ട് കാര്യമുണ്ടോ? മാഡം, ഈ ആർട്ടിക്കിൾ 202 ഭരണഘടനയുടെ 202 പറയുന്നത് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബജറ്റ്. ബജറ്റ് ഒരു നയരേഖയല്ല. ബജറ്റ് നയരേഖ മാത്രമല്ല, നയം മാത്രം പ്രഖ്യാപിക്കലല്ല, പകരം വ്യക്തമായിട്ടുള്ള വരവ് ചെലവുകൾ കാണിക്കുന്ന യഥാർത്ഥ ധനകാര്യ പത്രികയാണ്. പക്ഷെ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ ഏതെങ്കിലും ആ തരത്തിലുള്ളതാണോ? ഇവിടെ നടന്നിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, ഈ പ്രഖ്യാപനങ്ങളുടെ കാര്യത്തിൽ അതിലും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് അതിന്റെ തുടർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. 26 ബജറ്റില്
കെ ഹോംസ് ടൂറിസത്തിന് 5 കോടി രൂപ, വിഴിഞ്ഞം കൊല്ലം പുനലൂർ ഗ്രോത്ത് ട്രയാങ്കിളിന് 1000 കോടി രൂപ, വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസ ടൗൺഷിപ്പിന് 750 കോടി രൂപ, കേരള സീപ്ലെയിൻ സർവീസിന് 50 കോടി രൂപ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തുടർന്ന പ്രഖ്യാപനങ്ങളുടെ പെരുമഴ, ആ പെരുമഴ തുടരാനാണോ മാഡം കേരളത്തിലെ ഞാൻ നിർത്തുകയാണ്, ഞാൻ അവസാനിപ്പിക്കും. ജനങ്ങൾ ആ സർക്കാരിനെ മാറ്റിയിട്ട് പകരം മറ്റൊരു സർക്കാരിനെ ഇവിടെ ഭരണത്തിലേറ്റിയിട്ടുള്ളത്? മാഡം ബജറ്റ് അവതരിപ്പിച്ചപ്പോ ഇവിടെ കോഴിക്കോട് തിരുവനന്തപുരം ലൈറ്റ് മെട്രോ തുടങ്ങിയത് ഏത് കാലത്താ? ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ശ്രീ KM മാണി അവതരിപ്പിച്ച ബജറ്റിൽ 20 കോടി ഇയർ മാർക്ക് ചെയ്തു. 2017-18 TM തോമസ് ഐസക് പറഞ്ഞത് വിശദമായിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടതാണ്. ഈ തവണയും അനുവദിച്ചിരിക്കുന്നത് 20 കോടി രൂപ. ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ മാത്രം നടക്കുന്നതിന് പകരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനത്ത് അവിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റും കേരളത്തിൽ നമ്മുടെ സർക്കാരുകൾ കഴിഞ്ഞ 4-5 പതിറ്റാണ്ടുകളായിട്ട് അവതരിപ്പിക്കുന്ന ബജറ്റുകളും തമ്മിലുള്ള വ്യത്യാസം. കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിക്കുന്ന 24-25-ലും 25-26-ലെയും ബജറ്റിൽ പ്രഖ്യാപിച്ചത് ഒരു വർഷത്തിനകം പൂർത്തിയാക്കിയ നിരവധി ഉദാഹരണങ്ങൾ. PM സൂര്യഘർ പദ്ധതി, പുരപ്പുര സൗരോർജം, പ്രതിമാസം 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകുന്നു. 78,000 രൂപ കേന്ദ്ര സബ്സിഡി നൽകുന്നു. 335 ലക്ഷം റൂഫ് ടോപ്പ് ഇൻസ്റ്റലേഷൻ പൂർത്തിയായി. സഹായമായിട്ട് 24,890 കോടി വിതരണം ചെയ്തു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രീതിയിൽ പോകുന്നതിന് പകരം മോദിയെ വിമർശിച്ചത് കൊണ്ട് കാര്യമില്ല. നരേന്ദ്രമോദി അവതരിപ്പിക്കുന്നത് നടപ്പിലാകുന്ന പദ്ധതികളാണ്.